ஹலோ கைஸ், வெல்கம் பேக் டு அனதர் வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம மரண மாஸ் மூவிலேருந்து பார்த்தீங்கன்னா சீன் 2 தான் இன்னைக்கு வந்து ரியாக்ட் பண்ண போகிறோம். ஏற்கனவே வந்து பார்த்தீங்கன்னா சீன் 1ல் வந்து நம்ம சிரில் கொலை வந்து வந்து பண்ணிக்கிட்டு இருப்பாரு. அது வந்து வித்தியாசமாக ஒரு வாயெல்லாம் கிழிச்சு வாழைப்பழத்தெல்லாம் வந்து வச்சுக்கிட்டு இருப்பாரு. வித்தியாசமான ஒரு முறையில் கொண்டுகிட்டு இருப்பாரு. ஆள் வந்து கொலை பண்ணதுக்கும் இவருக்கும் வந்து பார்த்தீங்கன்னா சம்மந்தமே இருக்காது. இது வந்து பாசில் ஜோசப் வந்து என்ட்ரானாரு. அவர் வந்து மெர்சலோட வந்து என்ட்ரா OLXலாம் வந்து பார்த்தீங்கன்னா இது சாரி போலீஸ் ஸ்டேஷன் வந்து OLXல போட்டு வந்து வித்துக்கிட்டு இருப்பாரு. யாரா அவன் அப்படிங்கிற மாதிரி வந்து போலீஸே வந்து கடுப்பாயிருவாரு. சர்ச்சிங் ஹிஸ்ட்ரி எல்லாம் எடுத்து பஞ்சாயத்தோட சர்ச்சிங் ஹிஸ்ட்ரி எடுத்து எப்படி சொல்றது ஃப்ளக்ஸ் அடிச்சு வந்து ஒட்டியிருப்பாரு. வித்தியாசமா வந்து கேரக்டர் இருந்துச்சு. சீன் 2ல என்ன பஞ்சாயத்து இருக்குன்னு சொல்லிட்டு வீடியோக்குள்ள போய் பார்த்துட்டு அதுக்கப்புறம் அதை பத்தி பேசுவோம். வீடியோக்குள்ள பார்த்துக்கு முன்னாடி இன்னும் நீங்க நம்ம சேனல் சப்ஸ்கிரைப் பண்ணலாம். கண்டிப்பா சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. மறக்காம இந்த வீடியோக்கு லைக் பண்ணுங்க. இப்போ வாங்க வீடியோக்குள்ள போலாம். ഇവനെ ചെക്കോസിലേക്ക് കയറ്റേക്കുന്ന കാര്യം ഞാൻ ഏറ്റു കൊണ്ടുപോയിക്കാം. എങ്ങോട്ട് വേണേലും കൊണ്ടുപോയിക്കാം. അടുത്ത ആഴ്ച തന്നെ പോവല്ലോ. കൊല്ലി ഞാൻ ഓടാ. Look is back. പ്രസന്നവദനം ത്യായത് സർവവിഘ്നം ഉപശാലേ 3 പ്രാവശ്യം തതുപരി വാളാപ്പടத்துல இருப்பாரு. இவ்வளவு குண்டாயிட்டாரு. 20 വർഷമായി അച്ഛനെ കാണാതായിട്ട് അല്ലേ? അപ്പൊ 20 വർഷമായി കാണാതായിട്ടുള്ള അച്ഛന് വേണ്ടി അച്ഛൻ മരിച്ചതായിട്ട് സങ്കല്പിച്ച് അച്ഛനെ മനസ്സിൽ ധ്വാനിച്ച് മഹാദേവനെ മനസ്സിൽ വിളിച്ച് അച്ഛന്റെ ആത്മാവിന് മോക്ഷം കൊടുക്കണേ ഭഗവാൻ എന്ന് പ്രാർത്ഥിച്ച് ആ പിണ്ടുരുത്തി തൊഴുതു പിടിച്ചോ. അമ്മ ഇപ്പൊ വരാട്ടോ മോനെ. മോൻ എത്ര വയസ്സായി? 8 വയസ്സ്. അച്ഛനാണോ? ആ, അങ്കിളുടെയോ? അച്ഛനാ. അങ്കിളെ, ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്താ അച്ഛൻ വേഗം തിരിച്ചു വരുന്ന അമ്മ പറഞ്ഞു. ശരിയാണോ? മോൻ അച്ഛനെ അത്രയ്ക്ക് ഇഷ്ടാ? അച്ഛനെ എല്ലാവർക്കും ഇഷ്ടല്ലേ? കരയണ്ട അങ്കിളെ. അങ്കിളിന്റെ അച്ഛനും തിരിച്ചു വരും, എന്റെ അച്ഛനും തിരിച്ചു വരും. അച്ഛനെ കാണാൻ തോന്നുമ്പോ അങ്കിൾ എന്താ ചെയ്യാ? എന്റെ അച്ഛൻ ഇവിടെ ഉണ്ട്. ரொம்ப கஷ்டம் இல்ல? ബലിട്ടോടാ മാഷിനത്തിന്റെ വല്ല ആവശ്യമുണ്ടോ? ജിതിൻ കുമാർ സി, എന്റെ വീട് വൃത്തിയാക്കുന്നത് പോലെ തന്നെ ഇതും എന്റെ ആകെ കൂടിയുള്ള സമ്പാദ്യം. ഓ എപ്പോ എടുക്കുക ചേച്ചി? അരുവി നീയേ ആ ആളെ കൂട്ടിക്കോ. കല്യാണം മുടക്കികളായ നാറികളുടെ ശ്രദ്ധയ്ക്ക് ഇതെന്താണ് ഇത്? ഭയം വേണ്ട, ജാഗ്രത മതി. ഹലോ ഹലോ ചെക്ക് ചെക്ക്. എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. അന്നേ നന്നായി പാടും. നമസ്കാരം. ഈ വരുന്ന ഡിസംബർ 16-ാം തീയതി എന്റെ കല്യാണമാണ്. ഞാൻ പെണ്ണ് കാണാൻ പോയ 22ാമത്തെ പെൺകുട്ടിയുമായാണ്. ചേച്ചി, ഇതിനു മുമ്പ് ഞാൻ കണ്ട 21 പെൺകുട്ടികളുടെയും വീട്ടിൽ വിളിച്ച് എന്നെ പറ്റി തന്തയിലാത്തരം പറഞ്ഞ അപരാധികളോട് ഞാൻ പെണ്ണ് കാണാൻ തുടങ്ങി അന്ന് മുതൽ തുടങ്ങിയതാ നിന്റെയൊക്കെ കുട്ടിക്കിടപ്പ്. ചായക്കടയിലിരുന്നോ ബാർബർഷാപ്പിലിരുന്നോ എന്നെ പറ്റി അപരാധം പറയുന്ന ഏതെങ്കിലും ഒരു നാളെ പ്രസിഡന്റ് അപ്പൊ ശരി.
വാവേ അല്ലടാ, ചെറിയൊരു പണിയില്ല. ഞാൻ ഇപ്പൊ വിളിക്കാം. ഐ ലവ് യു. അപ്പോ ഞാൻ അവിടെ പറഞ്ഞു നിർത്തിയത് ആ നാറി, ഏതെങ്കിലും ഒരു നാറി ഈ കല്യാണം മുടക്കാൻ നോക്കിയാൽ ജിക്കു നിന്റെ ഒക്കെ നെഞ്ചത്തൂടെ ബസ് കയറ്റും. പണ്ട് പോലീസിനെ ബസ് ഇടിച്ച് കൊല്ലാൻ നോക്കിയ കേസിന്റെ കൂടെ ഒരെണ്ണം കൂടി ആവും. ജിക്കുവിന് അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു ഭീഷണിയായി കണ്ട് 16-ാം തീയതി എല്ലാവരും കല്യാണത്തിന് വന്ന് പ്രാർത്ഥനയും അനുഗ്രഹവും നേരണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. അളിയ, നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രേമവും തേങ്ങയും ഒന്നും വേണ്ടെന്ന്. നമ്മളൊക്കെ സിഗ്മ മെൽസ, സിഗ്മ ഫോർ ലൈഫ്. ദാറ്റ്സ് മൈ ബോയ്. കരുണ കിക്ക് ബോക്സിംഗ്. അളിയ, അവള് നിന്നോട് ബ്രേക്കപ്പ് പറയുന്നതിന് മുമ്പ് നീ അവളുടെ അടുത്ത് ബ്രേക്കപ്പ് പറയണം. ഈ സിഗ്മ പറയോ? മാറ ജെസ്സി. കൊച്ചെ നീ എനിക്ക് ഒരു ചാൻസും കൂടെ താ. നീ ഇങ്ങനെ പെട്ടെന്ന് ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞ് എനിക്കത് ഡൈജസ്റ്റ് ആവുന്നില്ല. ഇതൊരു പെട്ടെന്നെടുത്ത തീരുമാനമല്ല ലൂക്ക്. നീ എന്താ വിളിച്ചേ? ലൂക്ക്? ഇത്രയും നാളും ഞാൻ നിനക്ക് ഇച്ഛായനല്ലായിരുന്നു. ലൂക്ക് പ്ലീസ്, എനിക്കിത് കേട്ടിട്ട് എന്തോ പോലെ തോന്നുന്നു. ജെസ്സി, നീ എന്നെ ലൂക്കാച്ചായ എന്നുള്ളൊരു നീട്ടി വിളി ഉണ്ടായിരുന്നു. നീ അത് പറഞ്ഞാലും ഞാനത് മറന്നിട്ടില്ല. ഞാനൊന്നും മറന്നിട്ടില്ല. പക്ഷെ ലൈഫിൽ എന്തെങ്കിലും നീ നന്നാവുന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എനിക്ക് എന്തെങ്കിലും നിന്റെ ലൈഫിനെ കുറച്ച് സീരിയസ് ആയിട്ടാണെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇനി അതില്ല. പോരാത്തതിന് നീ ഇപ്പൊ ഒരു സീരിയൽ കില്ലറാന്നൊക്കെയാ നാട്ടുകാർ പറയുന്നത്. അതാണല്ലേ കുഴപ്പം. ഞാനൊരു സീരിയൽ കില്ലർ ആണെന്ന് നാട്ടുകാർ പറഞ്ഞ പോലെ നീ വിശ്വസിച്ചു അല്ലേ? ലുക്ക്, ഞാൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നാട്ടുകാരുടെ മുന്നിൽ നീ ഇപ്പൊ ഒരു സീരിയൽ കില്ലറാണ്. ചില സമയത്ത് എനിക്കും തോന്നിയിട്ടുണ്ട് നീ ഒരു സൈക്കോ ആണെന്ന്. പണ്ട് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി നമ്മുടെ സ്കൂളിന് തീയിടാൻ പറഞ്ഞോളാം ഞാൻ. പക്ഷെ സ്റ്റാഫ് റൂം മാത്രമേ കത്തിച്ചു. ലോക്ക്, അതൊക്കെ പണ്ടത്തെ കാര്യങ്ങളാ. ഞാനിപ്പോ ഒരുപാട് മാറി. ഞാൻ ചെക്കോസ്ലോവാക്യക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് നിന്റെ വീട്ടിൽ വരാനിരിക്കല്ലായിരുന്നു പെണ്ണി വയ്ക്കാൻ. എടാ, നാട്ടുകാര് നിന്റെ ശല്യം കാരണം ആരും പോവാത്ത ഏതോ സ്ഥലത്തേക്ക് കയറ്റിയിട്ടിട്ട് അതിനൊരു ക്രെഡിറ്റ് ആയിട്ടാണ് ഒരു മണ്ടൻ. നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ എനിക്കിനി വയ്യ. ഐ വാണ്ട് ബ്രേക്കപ്പ്. ട്രൂ ലവ്. ഇതൊന്നും നീയല്ല പറയുന്നത്. എന്റെ പോക്ക് ഇങ്ങനല്ല. സത്യം പറയടി, നിനക്കൊരു ബെസ്റ്റി ഇല്ല. അയ്യോ മിസ്റ്റർ വിജയൻ, ഇപ്പൊ തന്നെ ഈ മാസം പകുതിയായി, എന്നിട്ടും കഴിഞ്ഞ മാസം സ്റ്റോക്ക് എത്തിച്ചിട്ടില്ല. എടോ, ഇതൊക്കെ കൊച്ചുകുട്ടികൾക്കുള്ള പോഷകാഹാരമാണ്. ഇതൊക്കെ സമയത്ത് എത്തിക്കണം. മേഡം അത് എസ് കെ ആയിരുന്നു ഹാൻഡിൽ ചെയ്തിരുന്നു. മേഡത്തിന് അറിയാലോ, പുള്ളി ഒരു പ്രത്യേക ടൈപ്പാ. പിന്നെ 2 ദിവസം ലീവ് ആയിരുന്നു. അതൊന്നും എനിക്കറിയണ്ട. സ്റ്റോക്ക് എന്തായാലും എത്തണം. എത്തും മേഡം. അല്ല, തന്റെ ഡെസ്ക് ഇപ്പൊ എവിടെ ഉണ്ട്? അയ്യോ ഇവര് അങ്ങനെ മരണവെപ്രാളത്തോടെ ഓടി മൂലയിലേക്ക് ഒളിച്ചിരുന്ന് ചെറിയുടെ കാലുകൾ പിടിച്ച് പുറത്തേക്ക് വലിച്ചിട്ട് ടോം ചുറ്റിക കൊണ്ട് ഒറ്റടി. അങ്ങനെ ചെറിയുടെ തലയിൽ ടോം ചുറ്റിക കൊണ്ട് അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ടോമിന്റെ ദേഷ്യം തീർക്കുക. ചെറിയാണെങ്കിലും മരിച്ചോണ്ടിരിക്കുക. അങ്ങനെ ஒரு காரணத்தோட தான் அதை செய்யறாரு போல. ഇതിനെക്കാര്യാണ് എന്താ? ഓക്കെ അല്ലേ? നല്ല കഥ. സാറ് കഴിഞ്ഞ വട്ടം വന്നപ്പോഴേ പറഞ്ഞതാ പിള്ളേർക്ക് ഇമ്മാതിരി കഥകളൊന്നും പറഞ്ഞു കൊടുക്കരുതെന്ന്. കഴിഞ്ഞ തവണ വന്നപ്പോ എന്തൊരു പാട്ട് പാടിയില്ലേ? തലകൾ വെട്ടി കൊയ്യണമെന്നോ ചുടു ചോര കൊണ്ടോ അങ്ങനത്തെ ഒരു പാട്ട്. അത് കേട്ടിട്ട് 3 ദിവസം ഒരു കുട്ടി പനിച്ചു കിടന്നത്. സാറൊന്ന് പോയിക്കേ. സാറേ
പെട്ടെന്ന് സർപ്രൈസ് ആണോ? ഹാപ്പി ബർത്ത്ഡേ ജെസി മോളെ. സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. അയ്യോ ഇരിക്കടാ. അപ്പച്ചാക്ക് ഓ ഹാപ്പി ബർത്ത്ഡേ മോളെ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ജസ്. ഹായ്. ഹാൻഡ് എന്റെ പെർഫ്യൂം ആണോ അമ്മച്ചി? ഇത് പെർഫ്യൂം ഒന്നും അല്ല മോളെ, ഇതാണ് പെപ്പർ സ്പ്രേ. പെപ്പർ സ്പ്രേ. ഒന്നാമത് സീരിയല് കള്ളന്മാരൊക്കെ ഇറങ്ങി നടക്കുന്ന സമയമാണ്. നമ്മളൊക്കെ ഇങ്ങനെ അയ്യോ. ഒറ്റയ്ക്ക് രാത്രിയിൽ വരുമ്പോഴേ ചിലർക്കൊക്കെ ഒരു ഇളക്കമാണ്. അവന്മാരുടെ കണ്ണടിച്ചു കളയാനുള്ള സാധനമായത്. എന്റെ പൊന്നമ്മച്ചി, ഇതാണോ കൊച്ചുമ്മ കൊടുക്കുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ്? മോളെ നീ ഒന്നും കേൾക്കണ്ട കേട്ടോ. ഇതുപോലൊരു പേടിത്തൊണ്ട് മോളെ, ആരെ കണ്ടാലും എപ്പ കണ്ടാലും കാച്ചിക്കോ. താരകൾ ചിതറി വീണൊരു രാത്രി. சூப்பராக இருந்துச்சு. சீரியல் கிளியரை வந்து தேடும் பணி வந்து ஓடிக்கிட்டு இருக்கு. அது வந்து பாசில் ஜோசப் தான் நான் நினச்சிக்கிட்டு அவங்க எப்படி லவர் வந்து தப்பாக வந்து நினச்சிட்டு இருப்பாங்க. நீ தான் அந்த சீரியல் கில்லரு அப்படிங்கிற மாதிரி தப்பாக நினச்சிருப்பான். உன்னை வந்து நான் பிரேக்கப் வந்து பண்ணுறேன் அப்படிங்கிற மாதிரி அவர் வந்து சொல்லிட்டு போயிட்டாங்க. பர்த்டே வந்து கொண்டாடுறாங்க. அவங்க பொண்ணுக்கு தெரியும் அப்பா அம்மா வந்து சர்ப்ரைஸ் பண்ண போகிறாங்கன்னு சொல்லிட்டு அவங்க அம்மாச்சி வந்து கிஃப்ட் வந்து கொடுக்குறாங்க. சரி நான் எது ஃபோன் தான் தராங்கன்னு சொல்லிட்டு பார்த்தா அந்த இது என்னது பெப்பர் ஸ்ப்ரேவான். யாராவது உன்னை வந்து தொல்லை போனால் இது வந்து அடிச்சிரு அப்படிங்கிற மாதிரி வந்து சொல்கிறாங்க. அநேகமாக வந்து பாசில் ஜோசப்க்கு தான் யூஸ் பண்ண போகிறாங்கன்னு சொல்லிட்டு நினைக்கிறேன். ஓகே, இந்த வீடியோ இந்த கண்டிப்பாக உங்களுக்கு பிடிக்கும்னு நினைக்கிறேன். பிடிச்சா மறக்காம இந்த வீடியோ லைக் பண்ணிட்டு சப்ஸ்கிரைப் பண்ணாமல் நீங்கள் பார்த்தீங்கன்னா கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். இது போல் நல்ல வீடியோ நெக்ஸ்ட் சந்திப்போம். பாய்.